ബൈജു ആണ് നമ്മളിലേക്ക് ചേരുന്നത്. ബൈജു, എന്താണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? റാഷ്മി, ഞാൻ കോട്ടയത്ത് നിന്ന് ഇപ്പൊ ഇടുക്കിയിലോട്ട് ഓടി എത്തിയതേ ഉള്ളൂ. ഡ്രസ്സ് മാറിക്കോട്ടെ. കേൾക്കുന്നില്ല. ചെറിയ സാങ്കേതിക തകരാറുകൾ കൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അതെ, ഇടുക്കിയിലെ JDF-ന് മുന്നേറ്റമുണ്ടോ? കിരൺ കോട്ടയത്ത് ഇടുക്കി എത്തിക്കുകയാണ്. എന്താണ് മറ്റേ കോട്ടയത്തെക്കാളും ഇടുക്കിയിൽ എന്താണ് വ്യത്യസ്തത? ബമ്പം വിപ്ലവോടെ എന്താണ്? കോട്ടയം ഒന്നുമല്ല, ഇടുക്കിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്താണ്? കോട്ടയത്ത് മദ്യത്തിന്റെ ഒഴുക്കാണെങ്കിൽ ഇവിടെ ഇടുക്കി ഗോൾഡിന്റെ കഞ്ചാവിന്റെ ഒഴുക്കാണ്. ഓരോ സീറ്റ് നേടി മുന്നേറും തോറും ഓരോ കെട്ട് കഞ്ചാവാണ് ഓരോ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. റിസൾട്ട് പറയാം. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരാൾ ജയിച്ചു. നമുക്കെന്ത്? അവൻ ജയിച്ച അവന്റെ വീട്ടുകാരും കൊള്ളാം. നമുക്കെന്ത് കാര്യം? ഇന്ത്യയുടെ അഭിപ്രായത്തില് ഇവിടെ ഒരു മൊത്തം മിക്കവാറും ഒരു 15 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ജയിക്കും. അവൻ കഞ്ചാവ് അറിയിക്കണേട്ടാ. താങ്കളുടെ ഈ വാർത്തയല്ല, കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? താങ്കളുടെ അഭിപ്രായം എന്താണ്? മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ശോഭരാജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാണ് ഇതെല്ലാം വിഷയം. അവൻ കഞ്ചാവ് പിടിച്ചിരിക്കണം, അവനെ പുറത്താക്കും. പുതിയ റിസൾട്ട് മാറി പറയുന്നു. ആദ്യം അത് പറയട്ടെ. 19 നിന്ന് 20ലേക്ക് എത്തി. 19 എത്രയാണ്? ഞങ്ങളിപ്പോ 30, 40, 42, 40, 20, 40, 42. താങ്ങിനെ എണ്ണിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ JDF മാത്രം മുന്നേറുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറയാം. താങ്കളുടെ സൗഹൃദം വെച്ച് ഞാൻ പറയുന്നത് JDF മുന്നേറുള്ളൂ. JDF അല്ലേ ഇവിടെ നക്ഷത്രമേ മുന്നേറുള്ളൂ. എന്താ ഇവിടെ RPI മുന്നേറുള്ളൂ? ഉറപ്പിക്കാൻ പറ്റില്ല. ചില്ലറ കാലമല്ല. നീ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ പറയാം. പക്ഷേ JDF എന്ത് തീരുമാനം റിസൾട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എ ഷോർട്ട് ബ്രേക്ക്. തല്ലുപിടിച്ചു. തനിനാടൻ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ന്യൂ രാജണ്ണൻ മാർബിൾ. ഞങ്ങളുടെ മറ്റൊരു ശത്രു സ്ഥാപനം ന്യൂ ബാവോണ്ണൻ മാർബിൾ.